സിക്കിം സീരീസിൻ്റെ കഴിഞ്ഞ പാർട്ടിൽ ഞങ്ങൾ നോർത്ത് സിക്കിമിൽ എത്തുന്നത് വരെയുള്ള കാഴ്ചകളായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പുതിയ പാർട്ട് എഡിറ്റ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിവേസ് അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഏതായാലും ഇതുവരെ നമ്മൾ 3 പാർട്ട് ഇറക്കിയിട്ടുണ്ട് സിക്കിം സീരീസിൽ. ഇതിപ്പോൾ നമ്മുടെ 4th പാർട്ടാണേ. അപ്പോൾ ഇനിയും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹലോ, മൈ നെയിം ഈസ് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളുടെ നോർത്ത് സിക്കിം പാക്കേജിലെ 2nd ഡേ ആണ്. ഇന്നിപ്പോൾ നമ്മൾ യുംതാങ് വാലി 0 പോയിന്റ് ഇങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത്. അതിൻ്റെയാണ് ഈ വസ്ത്രധാരണം. ഇതിവിടുന്ന് നമ്മൾ റെൻറ്റിനെടുത്താണ് ഈ ജാക്കറ്റും ഈ ബൂട്ട്സും. ഇതിനടിയിൽ നമ്മളുടെ ജാക്കറ്റ്, അതിനടിയിൽ വേറെ ലെയേഴ്സും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് ഇപ്പോൾ 4 ഡിഗ്രിയാണ്. എന്നിട്ട് തന്നെ നമുക്ക് നല്ല തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് -5 -6 അതുകൊണ്ടാണ് ഇത്രയും ലെയേഴ്സൊക്കെ കേട്ടോ. ഇപ്പോൾ സമയം 8:15. നമ്മൾ നമ്മുടെ ഡ്രൈവർ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത് ഞങ്ങൾ എടുത്തിരുന്നത് 2 nights 3 days പാക്കേജാണ്. അതിന് 15,000 ആണ് 2 പേർക്കും കൂടെ, ഇൻക്ലൂഡിങ് ഫുഡ്, ട്രാവൽ, പെർമിറ്റ് ഫീസ്, സ്റ്റേ, ഇത്രയും കാര്യങ്ങൾക്ക്. പിന്നെ 0 പോയിന്റ് പോകാൻ വേണ്ടി എക്സ്ട്രാ 3,500 പേ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അഗെയിൻ ഈ ഒരു പാക്കേജ് സെയിം 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഞങ്ങൾ എടുത്ത പോലെ ഒരു എക്സ്ക്ലൂസീവ് ടാക്സി എടുക്കാം, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷെയർഡ് ടാക്സീസ്. 3,500 ആണ് പെർ ഹെഡ് പറഞ്ഞത് ഈ സെയിം പാക്കേജിന്. അതും 0 പോയിന്റ് ഒക്കെ പോകണമെങ്കിൽ 0 പോയിന്റ് ഒക്കെ പോകണമെങ്കിൽ എക്സ്ട്രാ ഒരു വെഹിക്കിളിന് ഇത്ര പേ ചെയ്യണം. അത് എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഷെയർഡ് ടാക്സീസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടൈം കൺവീനിയൻസ്. ഇപ്പം നമുക്ക് പരിചയമില്ലാത്ത കുറേ പേരായിരിക്കും നമ്മളുടെ കൂടെ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ നേരത്തെ റെഡി ആയാലും അവർ ചിലപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന ഈ ഒരു ജേർണിയെ ഡിലേ വരും. പിന്നെ ഇപ്പം ഞങ്ങൾ 2 കപ്പിളായിട്ടാണ് പോകുന്നത്. നമ്മളൊരു കപ്പിളായിട്ടാണ് പോകുന്നത്. അപ്പം ചിലപ്പോൾ നമ്മളുടെ സീറ്റ് ഒരുമിച്ചായിരിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്ക്ലൂസീവ് ടാക്സി എടുത്തത്. ഇതിപ്പോൾ നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് പോവാം. അതേപോലെ നല്ല റിലാക്സ് ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഫസ്റ്റ് നമ്മൾ യുംതാങ് വാലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഓൾമോസ്റ്റ് യുംതാങ് വാലി എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കടകളിൽ നിന്നൊക്കെ നമുക്ക് ജാക്കറ്റ്സും ബൂട്ട്സും ഒക്കെ റെൻറ്റിന് കിട്ടും. അതുകൊണ്ട് നിങ്ങളിപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല, ഇവിടെ വന്നിട്ട് റെൻറ്റിന് എടുക്കാം കേട്ടോ. ഞങ്ങൾ അങ്ങനെയായിരുന്നു എടുത്തത്. ഞങ്ങൾ താമസിച്ച സ്ഥലത്തു നിന്നാണ് എടുത്തത്, പക്ഷേ ഇവിടെ ഈ കാണുന്ന കടകളിൽ നിന്നൊക്കെ റെൻറ്റിന് എടുക്കാം. നമ്മളിപ്പോൾ യുംതാങ് വാലിയിലെത്തി. അയ്യോ മാൻ, എക്സ്ട്രീം ബ്യൂട്ടി എന്നേ എനിക്ക് പറയാനുള്ളൂ. വെയിലും ഉണ്ട്, നമുക്ക് അങ്ങനെ സഹിക്കാൻ മേലാത്ത തണുപ്പുമില്ല, എന്നാൽ ചുറ്റും മഞ്ഞും കാണാം. ഇത് കഴിഞ്ഞ് റെയിനി സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നോർത്ത് സിക്കിമിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിരിക്കും. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകാൻ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഐ എം സ്ട്രോങ്ലി റെക്കമെൻഡിങ് യു ടു കം ടു സിക്കിം, എസ്പെഷ്യലി നോർത്ത് സിക്കിം. നെക്സ്റ്റ് നമ്മൾ 0 പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പം
അതിന് പെർമിറ്റ് വെരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഇവിടെ വണ്ടി നിർത്തിയിട്ടേക്കാം. ഓൺ ദ വേ ടു 0 പോയിന്റ് ഇങ്ങനൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു വാലി വ്യൂ പോയിന്റ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഞങ്ങൾ യുംതാങ് വാലിയിലും 0 പോയിന്റിലുമായിട്ട് സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഹോട്ടലിലെത്തി. നമ്മൾ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഗാങ്ടോക്കിലേക്ക് തിരിച്ചത്. നെക്സ്റ്റ് ഡേയിലെ വിഷ്വൽസും കൂടെ ആഡ് ചെയ്താൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി പോകും. അത്രയും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ 5th ഡേ, അതായത് ലാസ്റ്റ് ഡേ ഇൻ സിക്കിമുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.